ഇന്ന് നമ്മളിപ്പോൾ പോണത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു 100 മീറ്റർ പോലും ഇല്ല കേട്ടോ എൻ്റെ വീടിൻ്റെ അടുത്തുനിന്ന് ഒരു റിവറിലോട്ടാണ്. ഇതിവിടെ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലായിട്ട് ഇതിങ്ങനെ ഫ്രീസായിട്ട് കുറച്ച് നാളായി. പക്ഷേ തണവിൻ്റെ ആധിക്യം മൂലം എനിക്ക് നടക്കാൻ അവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഇത്ര നാളായിട്ട് പോകാതിരുന്നതാണ്. ഇത് ഇവർ പറയുന്നത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു റിവർ എന്നാണ് ഇവർ പറയണത്. ഇവർ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു റിവർ എന്നാണ് ഇവർ പറയണത്. അതുകൊണ്ട് ഈ സമയത്ത് ഈ വിൻ്ററിൽ ഇത് മൊത്തം ഫ്രീസാവും. ഇവിടെ ഈ നിൽക്കുന്ന ആൾക്കാർ നിൽക്കുന്ന ഈ സ്ഥലത്ത് മൊത്തം അവിടെ മൊത്തം വെള്ളമായിരുന്നു. അത് മൊത്തം ഫ്രീസായി. അവിടെ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. അറ്റത്തേക്ക് നോക്കുമ്പോൾ കണ്ട ആൾക്കാർ നടന്നു പോകണുണ്ടോ, അവിടെയൊക്കെ ഫ്രീസായി നടന്ന് ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഇവിടെ കുറേ കുട്ടികളും വലിയവരും ഒക്കെ ഈ ഇങ്ങനത്തെ സംഭവത്തിൽ ഇങ്ങനെ ഒഴുകി 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 പോകണുണ്ടോ. ഞാനും ഒരു പ്രാവശ്യം ട്രൈ ചെയ്തു. നല്ല എക്സ്പീരിയൻസ് ആണ്. പക്ഷേ എനിക്ക് പേടി കൊണ്ട് ഞാൻ കൂടുതൽ ട്രൈ ചെയ്തില്ല. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ തണുത്തിട്ട് കയ്യും കാലൊക്കെ ഒരുമാതിരി തണുത്ത് വേദനിച്ചു തുടങ്ങി. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് കണ്ടു നിന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പിന്നെ വീട്ടിലോട്ട് പോയി. ഇത് കണ്ടോ, ഈ പിള്ളേർ പോകണമുണ്ടോ, ഇവർ ഈ അറ്റം വരെ എത്തും. ആ അറ്റത്ത് ആ ബോർഡറിൽ ഇപ്പം അവരെത്തുന്ന ആ ഒരു പോർഷനിൽ തൊട്ടാണ് ഈ റിവർ സ്റ്റാർട്ട് ചെയ്യണേ. അങ്ങനെ അച്ചായനും വന്നു, ഇസുവും വന്നു, പിന്നെ എൻ്റെ സിസ്റ്ററും ഉണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്ത് ആദ്യം ഞാൻ ചെയ്തു കേട്ടോ. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. കാരണം ഇത് ഇങ്ങനെ പോവുകയാണ്, ചിലപ്പോൾ നിൽക്കില്ല നമ്മൾ. ഞാൻ അങ്ങനെ ലാസ്റ്റ് കിടന്നിട്ട് അങ്ങനെ പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് അച്ചായനീസുവിന് ആദ്യം പേടിയുണ്ടായിരുന്നു. പിന്നെ അച്ചായൻ്റെ കൂടെ അവൾ ഒരു സംഭവം ഞാൻ ഡെക്കാത്തലൂയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഒരു യെല്ലോ കളർ ഒരു സംഭവം കണ്ടില്ലേ, അതിൽ പല പല വെറൈറ്റീസ് ഉണ്ട്. ഞങ്ങളിത് ഈ സംഭവം വാങ്ങിച്ചത്. ഇതിലിവർ ഈ അറ്റം വരെ പോയിട്ടോ. ഇവർ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു വിൻ്റർ ആക്ടിവിറ്റീസൊക്കെ ആയിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ.